നോർവേയിലെ ഒരു പഴയ ഗ്രാമത്തിന്റെ അറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ആരും രാത്രി അതിന്റെ അടുത്തേക്ക് പോകാറില്ല. കാരണം ആ കിണറിലേക്ക് നോക്കിയാൽ അകത്തുനിന്ന് ആരോ നിന്റെ പേര് മന്ത്രിക്കുന്നത് കേൾക്കാം. എലിയാസ്, മറിയ, സോഫിയ. ആ ശബ്ദം കേട്ടവർ ചില ദിവസങ്ങൾക്കുള്ളിൽ കാണാതാകും. ഒരു ദിവസം ലൂക്കാസ് എന്ന യുവാവ് മദ്യപിച്ച ലഹരിയിൽ കൂട്ടുകാരോട് പറഞ്ഞു, ഇതൊക്കെ ആളുകളെ പേടിപ്പിക്കാനുണ്ടാക്കിയ കഥകളാ. അവൻ രാത്രി ടോർച്ചുമായി കിണറിന്റെ അടുത്തേക്ക് പോയി. കാറ്റുപോലുമില്ലായിരുന്നു. പക്ഷേ കിണറിനുള്ളിൽ നിന്ന് വെള്ളം ചലിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കി. ആദ്യം ഒന്നും കണ്ടില്ല. പിന്നെ വളരെ താഴെ നിന്നൊരു സ്ത്രീയുടെ ശബ്ദം, ലൂക്കാസ്. അവന്റെ ചിരി നിലച്ചു. അവൻ പിന്നോട്ട് മാറാൻ നോക്കിയപ്പോൾ വീണ്ടും ആ ശബ്ദം. ഇത്തവണ അത് വളരെ അടുത്തായിരുന്നു. ലൂക്കാസ്, നീ വൈകി. അവൻ ടോർച്ച് കിണറിനുള്ളിലേക്ക് തെളിച്ചു. വെള്ളത്തിൽ അവന്റെ മുഖം കാണേണ്ടിടത്ത് വെള്ള നിറമുള്ള ഒരു സ്ത്രീയുടെ മുഖം. അവൾക്ക് കണ്ണുകളില്ലായിരുന്നു. പക്ഷെ അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു തണുത്ത കൈ കിണറിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് അവന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു. ലൂക്കാസ് അലറാൻ നോക്കി. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. അടുത്ത ദിവസം രാവിലെ ഗ്രാമവാസികൾ കിണറിനടുത്തെത്തിയപ്പോൾ അവിടെ ലൂക്കാസിന്റെ ടോർച്ച് മാത്രം ബാക്കിയുണ്ടായിരുന്നു. കിണറിനുള്ളിൽ നിന്ന് മാത്രം ഒരു മന്ത്രണം വീണ്ടും ഉയർന്നു. അടുത്തതാര്?